ലോകത്തിലെ ഇന്ന് വരെ എഴുതപ്പെട്ടതിൽ ഏറ്റവും വലിയ കവിതാ സമാഹാരം. ഇലിയഡും ഒഡീസിയും എടുത്തു വെച്ച പുസ്തകങ്ങളെക്കാൾ 10 ഇരട്ടിയുള്ള ഭാരതത്തിൽ 400 BC-കൾക്കും അപ്പുറത്തേക്ക് യേശുവിന്റെ ജനനത്തിനും 400 വർഷങ്ങൾക്കപ്പുറം എഴുതപ്പെട്ട ഒരു ഇതിഹാസ ഗ്രന്ഥം. 1 ലക്ഷത്തോളം ശ്ലോകങ്ങളിലും 2 ലക്ഷത്തോളം വരികളിലുമായി ചരിത്രങ്ങൾ പറയുന്ന സാമൂഹിക സാംസ്കാരിക അവസ്ഥകൾ വിവരിച്ചു കൊടുക്കുന്ന ഒരു പുസ്തകം. ഒരു ചക്രവർത്തി എങ്ങനെയായിരിക്കണം, ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, കുടുംബം എങ്ങനെയായിരിക്കണം, രാജഭരണം എങ്ങനെയായിരിക്കണം, സാമൂഹിക നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ കൃത്യമായി വരച്ച് കാണിച്ചിരിക്കുന്ന പുസ്തകം. അതത്രേ മഹാഭാരതം. ഭക്തിയുടെ മാർഗത്തിൽ വേണ്ടവർക്ക് അങ്ങനെ, ന്യായ സംഹിതകളുടെ രൂപത്തിൽ നോക്കിക്കാണേണ്ടവർക്ക് അങ്ങനെ, ഏത് രീതിയിൽ എടുത്തു നോക്കിയാലും ഒരു തട്ട് താണ് തന്നെ ഇരിക്കുന്ന ഒരു പുസ്തകം. ഭാരതത്തിൽ രചിക്കപ്പെട്ട 2 ഇതിഹാസങ്ങളായ മഹാഭാരതത്തെയും രാമായണത്തെയും 2 വാക്കുകളിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മണ്ണാല ചത്തത് പെണ്ണാല ചത്തത് എന്ന് 2 വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിവിടെ തന്ന സമയം ഏകദേശം 3/4 മണിക്കൂറാണ്. ആ 3/4 മണിക്കൂറിൽ മഹാഭാരതം എന്ന് പറയുന്നത് ഭീഷ്മപിതാമഹരുടെ പിതാവിന്റെ കാലം തൊട്ട് ധൃതരാഷ്ട്രരുടെയും പാണ്ഡവരുടെയും മകനായ അർജുനന്റെയും ദുര്യോധനന്മാരുടെയും കാലത്തിന് ശേഷം അഭിമന്യുവിന്റെയും അവരുടെ മക്കളായ പരീക്ഷത്തിന്റെയും കാലഘട്ടം വരെയുള്ള 5-6 തലമുറകളുടെ കഥ പറയുന്ന, പാണ്ഡവരുടെ സ്വർഗാരോഹണം വരെയുള്ള കഥ പറയുന്ന ഒരു പുസ്തകത്തെ ചെറിയ രൂപത്തിൽ പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്ന കാര്യങ്ങൾ, കഥകളല്ല, അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെങ്കിൽ അത് ഉപകരിക്കുന്ന രീതിയിൽ, ഭക്തിയുടേതായ രീതിയിൽ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, യുക്തി വെച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, ഒരു വിശ്വാസവുമില്ലാതെ നോക്കുന്നവർക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാലും നഷ്ടമില്ലാത്ത രീതിയിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തിന് നഷ്ടമില്ലാത്ത രീതിയിൽ പറയാൻ ഞാൻ ശ്രമിക്കാം. ചെറിയ പക്ഷിയുടെ ഒരു രൂപം ഉണ്ടാക്കി മരത്തിന്റെ മുകളിൽ വെച്ചു. ഓരോരുത്തരെയായി വിളിപ്പിച്ചു. ആദ്യം യുധിഷ്ഠിരനാണ് ഏറ്റവും മൂത്തത്. യുധിഷ്ഠിരനെ വിളിച്ചു, അമ്പ് എടുത്ത് റെഡിയായി നിന്നു. അപ്പൊ ചോദിച്ചു യുധിഷ്ഠിരനോട്, നീ എന്താ അവിടെ കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ മരം കാണുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന അപ്പുറം ഇരിക്കുന്ന മരങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്ന പാണ്ഡവരെയും കൗരവരെയും കാണുന്നുണ്ട്, ഗുരുവിനെ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അത് ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, നീ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. ദുര്യോധനനെ വിളിച്ചു, ഭീമനെ വിളിച്ചു, നകുലനെ വിളിച്ചു, സഹദേവനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. എല്ലാവരും പറഞ്ഞു, ഗുരു ഞാൻ എല്ലാം കാണുന്നുണ്ട്, ഞാൻ അമ്പെയ്ത് കൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോ ഗുരു ആരെയും ചെയ്യാൻ സമ്മതിച്ചില്ല. അവസാനം അർജുനനെ വിളിച്ചു. അർജുനനെ വിളിച്ചപ്പോ അർജുനൻ അമ്പെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉന്നം വെച്ച് നിൽക്കുമ്പോ ഗുരു ചോദിച്ചു, അർജുന നീ എന്താണ് കാണുന്നത്? അപ്പൊ അർജുനൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, അതിങ്ങനെ അമ്പെയ്യാൻ ഇങ്ങനെ ഉന്നം വെച്ച് നിൽക്കുകയാണ്. എന്നിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതിനകത്ത് ശ്രദ്ധ മാറ്റിയില്ല, ഞാൻ കാണുന്നത് പക്ഷിയുടെ കണ്ണാണ് എന്ന് പറഞ്ഞു. ഉറപ്പാണോ എന്ന് ചോദിച്ചു. നീ മറ്റൊന്നും കാണുന്നില്ലേ, വേറൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല ഗുരു, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ ദ്രോണര് പറഞ്ഞു, നീ അതിനെ അമ്പെയ്യാൻ പറഞ്ഞു. അർജുനൻ അമ്പെയ്തു. പക്ഷിയുടെ കണ്ണിലേക്ക് ആ അമ്പ് തറച്ച് കയറുകയും ചെയ്തു. ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭമാണത്. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം എന്നുണ്ടാകും, എന്തെങ്കിലും ഒരു സമ്പത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും, കുട്ടികളെ ഇന്നേ രീതിയിൽ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും, ഇന്നേ കാര്യത്തിന് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ, ഒരു PSC പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു പോകുമ്പോൾ ഒരുപാട് അടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടാവും, മറ്റവൻ്റെ ഇതുണ്ടാവും, അങ്ങേപ്പുറം ഉണ്ടാവും, ഇതുണ്ടാവും. നമ്മൾ പരിചയങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ചിന്ത ഉണ്ടാവും. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യം മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അർജുനനെ പോലെ ആർക്കാണോ ലക്ഷ്യത്തിലേക്ക് ഉറച്ചു നിൽക്കുന്ന മനസ്സുള്ളത് അവര് മാത്രം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അർജുനൻ എന്ന് പറയുന്നത് ലോകത്തിൽ അങ്ങ് നടക്കുന്ന ഒരു കഥയല്ല, നമ്മുടെ ഉള്ളിലുള്ള ഉണ്ടായിരിക്കേണ്ടിയിരുന്ന വിലാളി വീരനായ നമ്മുടെ മനസ്സാണ് അർജുനൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്നായിത്തീരണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ
നിങ്ങളുടെ ലക്ഷ്യം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നടന്നു നീങ്ങാനുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു മനസ്സും നമുക്കുണ്ടാകണം. ബാക്കി എന്തും മാറ്റി നിർത്തുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആ ലക്ഷ്യത്തിലേക്ക് തന്നെ തുടർന്ന് നിൽക്കുക. അതിനുള്ള ഒരു ഉപാധിയാണ് ദൈവവിശ്വാസം. ഒരച്ഛൻ തൻ്റെ ഭൂമി 2 മക്കൾക്ക് വേണ്ടി വിഭജിക്കുന്നത് പോലെ പകുതി ഭൂമി, കൗരവരുടെ പകുതി ഭൂമി പാണ്ഡവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് അത് അംഗീകരിക്കാതെ വഴിയില്ലായിരുന്നു. അപ്പോൾ പാണ്ഡവരെ അവരെ തിരിച്ച് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പകുതി ഭൂമി നിങ്ങൾക്ക് തരാം, പക്ഷെ അവർക്ക് കൊടുത്തത് എന്താണെന്നറിയോ? മരുഭൂമിയായിരിക്കുന്ന, കൊടും കാടുകളുള്ള, വന്യമൃഗങ്ങളുള്ള, ആരും താമസിക്കാൻ കൂട്ടാക്കാത്ത, ഒന്നിനും പറ്റാത്ത, ആളുകളെ നാട് കടത്തുന്ന കണ്ടവം എന്ന് പറയുന്ന പ്രദേശമാണ് അവർക്ക് കൊടുത്ത്. പറയുമ്പോൾ പകുതി സ്ഥലം കൊടുക്കുകയും ചെയ്തു. ഒന്നിനോട്ട് പറ്റുകയില്ല. ഇവർക്ക് മനസ്സിലായി ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയായി ചെയ്തതെന്ന്. പക്ഷേ കൃഷ്ണൻ കണ്ണടച്ച് കാണിച്ചു. യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങളിതെടുത്തോളാം. സമാധാനത്തിന് വേണ്ടി അവരതെടുത്തു, അവിടത്തേക്ക് പോയി. ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രനോട് പറഞ്ഞു, ഇവിടെ പാണ്ഡവർക്ക് താമസിക്കാൻ വേണ്ടി നല്ല ഒരു കൊട്ടാരം ഉണ്ടാക്കണം, ടൗൺഷിപ്പുകൾ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഇന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട സ്ഥലത്തെയാണ് ഇന്ദ്രപ്രസ്ഥം എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടെ കനാലുകൾ ഉണ്ടാക്കി, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി, ടൗൺഷിപ്പുകൾ ഉണ്ടാക്കി. അവരവിടെ അവരുടെ ഭരണം തുടങ്ങി. നല്ല രീതിയിലുള്ള പ്രദേശങ്ങളായപ്പോൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാൻ തുടങ്ങി. കൗരവരുടെ ഹസ്തിനപുരത്തേക്കാൾ പ്രശസ്തമായ ഭൂമിയായി ഇന്ദ്രപ്രസ്ഥം മാറാൻ തുടങ്ങി. ലോകത്തെങ്ങും അവരുടെ കീർത്തി പരക്കാൻ തുടങ്ങി. അത് കേട്ട് എല്ലായിടത്തേക്കും ആളുകൾ പല ദേശങ്ങളിലേക്കും അവരുടെ കഥകൾ പാടിക്കൊണ്ട് ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ നാരദൻ വന്ന് പറഞ്ഞു, ഒരു രാജാവ് ചക്രവർത്തിയാകണമെങ്കിൽ രാജസൂയ യജ്ഞം നടത്തണമെന്ന്. അപ്പൊ യുധിഷ്ഠിരന് രാജസൂയ യജ്ഞം എന്ന് പറഞ്ഞാല് അതിന് ആരെങ്കിലും ഒരു രാജാവ് എതിർത്ത് കഴിഞ്ഞാൽ ആ രാജാവിനെ യുദ്ധത്തെ തോപ്പിക്കണമെന്നാണ്. പക്ഷേ അവര് എല്ലാവരെയും പറഞ്ഞു, രാജസൂയ യജ്ഞം നടത്തി. അത് കൃത്യമായിട്ട് അറേഞ്ച്മെന്റ്, ഓരോരുത്തർക്ക് ഡ്യൂട്ടി കൊടുത്തു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് കഴിഞ്ഞു. ദുര്യോധനനും കർണനും ഒക്കെ ഹസ്തിനപുരിയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു. അവരൊക്കെ അവിടെ താമസിച്ചു. നല്ല രീതിയിൽ എല്ലാവരും യുധിഷ്ഠിരനെ പ്രശംസയാൽ ചൊരിഞ്ഞു. കാരണം ഒരു രാജസൂയ യജ്ഞം നടത്തുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും യുധിഷ്ഠിരനെ അത്രയും പ്രശംസയോടെ ചൊരിഞ്ഞു. അവസാനം എല്ലാവരും തിരിച്ചുപോയി. തിരിച്ചു പോകുന്ന സമയത്ത് കർണനും ദുര്യോധനനും ശകുനിയും പറഞ്ഞു, ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ 2-3 ദിവസവും കൂടി സഞ്ചരിച്ചിട്ടേ താമസിച്ചിട്ടേ വരുന്നുള്ളൂ, ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണണമെന്ന് പറഞ്ഞു. ദുര്യോധനന് അസൂയ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും മരിച്ചു പോകും, അവർ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് നാട് കടത്തിയ ആളുകളുണ്ട്. ഞങ്ങളെക്കാൾ വലിയ നിലയിൽ അതിലും വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നു. ആർക്കായാലും സഹിക്കുകയില്ല. മറ്റുള്ളവനെ കുറിച്ച് കുശുമ്പ് വിചാരിക്കുന്ന ഒരാൾക്കും മറ്റൊരാൾ നന്നാവുന്നത് സഹിക്കൂല. നമ്മുടെ ഉള്ളിലൊക്കെ ദുര്യോധനന്മാരുണ്ടാവും. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളെ കുറിച്ച് മാത്രം, നമ്മുടെ നന്മ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർ മാത്രമേ എന്നും നന്നായിട്ടുള്ളൂ.